ഇത് ഈജിപ്ഷ്യൻ കേപ്പ് ഡ്രസ്സാണ്. ഇന്നൊരു എയർലൈൻ ഫ്രോക്കാണ് ചെയ്യാൻ പോണത്. ഈ എയർലൈൻ ഫ്രോക്കിന് അതുപോലെ തന്നെ ഇങ്ങനെ നെക്കിൽ കൂടെ വന്നിട്ടൊരു ഷോള് പോലെ, അതാണ് ആദ്യം ഞാൻ വെട്ടാൻ പോകുന്നത്. എയർലൈൻ ഫ്രോക്കാണ് കേട്ടോ. അതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 56ന്റെ കൂടെ 2 ഇഞ്ച് ഞാൻ വീതി ലെങ്ത് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഷോൾഡർ വരുന്നത് 14ആണ്. ഈ 14 നമുക്ക് നമ്മൾ മടക്കി ഇടുമ്പോൾ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ 7ആണ് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഇറക്കം എന്ന് പറയുന്നത്, അല്ലെ ഫ്രണ്ട് നെക്ക് ഇറക്കവും ബാക്ക് നെക്ക് ഇറക്കവും, ബാക്കിന് 3 ഇഞ്ച് മതി, ഫ്രണ്ടിന് 6.5 എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ കഴുത്തകലം എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. അതായത് ഇത് സ്ലീവ്ലെസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് മറ്റേ ആ ഷോള് പോലെ വരുന്നത് കൊണ്ട് നമുക്ക് ഈ 3.5 എടുത്താൽ മതി. സ്ലീവ്ലെസ് ആകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ബെൽറ്റ് പീസ് കുറച്ചെടുത്താൽ മതി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബാക്കിലും ഇറക്കം കുറവാണല്ലോ, അപ്പൊ 3.5ആണ്. നമ്മൾ സ്റ്റിഫിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 3.5. തോൾവീതി ഞാൻ എടുക്കുന്നത് 3ആണ്. അതായത് ഫുള്ള് വരുന്നത് 6.5 വരുള്ളൂ കേട്ടോ. ആം ഹോൾ എടുക്കുന്നത് 6.5ആണ്. അതായത് ചെസ്റ്റ് വരുന്നത് 38ആണ്. അപ്പൊ അതിന്റെ 6/1 പറയുമ്പോൾ 6.5ആണ് വരുന്നത് കേട്ടോ. ഈ 6.5 എടുക്കുന്നത് നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് 6.5 എടുത്താൽ മതി. ഇപ്പോ നമ്മൾ സ്ലീവ്ലെസ് ആകുമ്പോൾ അങ്ങനെ എടുക്കണമെന്നില്ല, എന്നാലും ഈ വെസ്റ്റ് സൈസൊക്കെ കൂടുതലുള്ളവരാകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. എടുത്തിട്ട് അളന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ കൂടുതൽ ഇങ്ങനെ ആംഹോൾ കൂടി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും. എന്നിട്ട് നമ്മൾ ആംഹോൾ അളന്നിട്ട് മാത്രമേ വെട്ടാൻ പാടുള്ളൂ കേട്ടോ. വരച്ചതിന് ശേഷം ഫ്രണ്ട് കുഴിച്ച് വെട്ടേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. അളവ് നോക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആംഹോളും എടുത്തു, ഇത് ഇത്ര എടുത്തു. ഇനി അടുത്ത ചെസ്റ്റ് എന്ന് പറയുന്നത് 38ആണ്. ബെസ്റ്റ് വരുന്നത് 40ആണ്. അപ്പൊ 40ന്റെ കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 8 ഇഞ്ച് ലൂസ് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം 40ന്റെ 4/1 കണ്ടിട്ട് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക, 2 ഇഞ്ച് കൂട്ടിയെടുക്കുക, അങ്ങനെയും ചെയ്യാം. ഓക്കെ, 1.5 വേണ്ടവർക്ക് 1.5യും കൂട്ടിയെടുക്കാം. അപ്പോ നമ്മളിപ്പോ എടുക്കാൻ പോണത്, ഞാൻ 8 ഇഞ്ച് ലൂസ് കൂട്ടിയതാണ് എടുക്കുന്നത്, 12ആണ് കേട്ടോ. 12ആണ് വരുന്നത്. പിന്നെ അടുത്തത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പർ വേസ്റ്റ് ലെങ്ത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പർ വേസ്റ്റ് ലെങ്ത് വരുന്നത് 16ആണ്. അവിടുത്തെ റൗണ്ട് എന്ന് പറയുന്നത് 34ആണ് കറക്റ്റ് വരുന്നത്. അതിന്റെ കൂടെ ഞാൻ 8 ഇഞ്ച് ലൂസ് കൂട്ടി അവിടെ 4/1 കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ 10.5ആണ് വരുന്നത്. ഓക്കെ, അതായത് എ കട്ട് ഫ്രോക്കാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ ഈ ബസ്റ്റ് സൈസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ആ അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുക ചെയ്യുന്നത്. ബോട്ടം റൗണ്ട് ഞാൻ എടുക്കുന്നത് 17ആണ്. അപ്പൊ ഈ 17 എന്ന് പറയുന്നത് അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളൂല, അതുകൊണ്ടാണ് 17 മതി. ഓവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ അധികമായിട്ട് കിടക്കും. അല്ലെ നമ്മൾ സ്ലാഷ് ഒക്കെ ചെയ്ത് വേണമായിരുന്നു എടുക്കാൻ, നമ്മൾ 17 എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്തോണം. താഴെ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ തൂങ്ങി വരും, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതല്ല സീറ്റ് കൂടുതലൊക്കെയാണ്, സീറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ ആ സീറ്റിന്റെ അളവ് കൂടെ എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, രണ്ട് ബാക്കും ഒന്നും നമുക്ക് ആം ഹോൾ എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് സ്റ്റിഫിലാണ് ചെയ്യുന്നത്. ആം ഹോള് ഇത് നമ്മൾ ബെൽറ്റ് പീസായിട്ട് മാത്രം കൊടുക്കുകയാണ്. ഇത് ആം ഹോള് നമുക്ക് അങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏക്കട്ട് ഫ്രോക്ക് വെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് അതിന്റെ പിന്നെ മുകളിലൂടെ ഒരു ഷോള് പോലെ വരുന്നതാണ്. അതായത് യോക്ക് പോലെ വന്നിട്ട്, യോക്ക് ഇറക്കം 16, ബാക്കിലും അതുപോലെ തന്നെ 16ആണ്. പക്ഷെ
നമുക്ക് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ലീവ് പോലെ ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന മോഡലാണ്. അപ്പൊ അതിന് നമ്മൾ കഴുത്തകലം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്നാണ് കഴുത്തകലം എടുക്കേണ്ടത് കേട്ടോ. ഞാൻ എടുക്കുന്ന കഴുത്തകലം 3 ഇഞ്ചാണ്. ഓക്കെ, 3 ഇഞ്ചാണ്. ഇറക്കം ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. ഇറക്കവും 3 ഇഞ്ചാണ്. കണ്ടോ, ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ കഴുത്ത് ഇങ്ങനല്ലേ ഷേപ്പ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൻ്റെത്. ബാക്ക് വരുന്നത് നമുക്കൊരു 1.5 ഇഞ്ച് മതി. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതായത് ഇതാണ് നമുക്ക് ഷോൾഡർ പോലെ വരുന്നത്. ഇവിടുന്നാണ് താഴേക്ക് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഇവിടെ വരുന്നത് 16 ഇഞ്ച് മതി. 16 എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ 16 എടുത്താൽ മതി. ആ 16 തന്നെ നേരെ താഴേക്ക് വരച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യണം. 16 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് താഴേക്ക് നേരെ താഴേക്ക് വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ താഴത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഷേപ്പ് കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെ തൂങ്ങി വരും. അതുകൊണ്ട് അത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കണ്ടോ, ഇതാണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഈ നെക്ക് ഇത് നമ്മൾ വെട്ടുമ്പോൾ ആദ്യം ഇത് കണ്ടോ, ഒരു പീസ് എടുത്ത് വെട്ടുക. ഓരോ പീസും നമുക്കിങ്ങനെ ബാക്ക് വെട്ടിയെങ്കിൽ ഫ്രണ്ട് വെട്ടിയെങ്കിൽ ബാക്ക് എടുത്ത് വെട്ടുക, അല്ലെങ്കിൽ ആദ്യം ബാക്ക് വെട്ടിയാൽ ഫ്രണ്ട് ഇങ്ങനെ എടുത്ത് വെട്ടണം കേട്ടോ. ഞാനിപ്പോ ഇത് കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ സ്റ്റിഫേലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കണോ. ഇവിടാണ് നമുക്ക് ഷോൾഡറിന്റെ ആ ഷേപ്പ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞ് ഇനി തയ്ച്ചതിന് ശേഷം നമുക്ക് കാണാം. ഇത് നമ്മൾ ആദ്യത്തെ ഗൗൺ ചെയ്തതാണ്. അതിനുശേഷം ആ ഈജിപ്ഷ്യൻ കേപ്പ് ഇട്ടതിന് ശേഷമുള്ള ഫോട്ടോയാണ്. ഇത് ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.